അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 59. എന്തു പറ്റി കിച്ചു? തിണ്ണയിൽ മങ്ങിയ മുഖത്തോടെ ഇരിക്കുന്ന കിച്ചുവിനരികിൽ വന്നിരുന്നു കൊണ്ട് കേശവൻ ചോദിച്ചു. രാജനും അയാളും കൂടി ചേർന്ന് സുരഭിയെ റൂമിലാക്കിയ ശേഷം വന്നതാണ്. കിച്ചു കേശവനെ നോക്കി. എന്താടാ? അയാൾ വീണ്ടും ചോദിച്ചു. രാജന് അവനെ സംശയത്തോടെ നോക്കുന്നുണ്ട്. ജ്വാല അവളെ നഷ്ടപ്പെടുത്തരുതായിരുന്നു അല്ലേ അച്ഛാ? വാ തുറക്കാൻ ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും അവൻ അയാളോട് ചോദിച്ചു. കേശവൻ അവനെ സംശയത്തോടെ നോക്കി. അതെന്താ നീ അങ്ങനെ പറഞ്ഞ്? നിനക്കവൾ അല്ലെങ്കിലും വേണമെന്നൊന്നില്ലായിരുന്നല്ലോ. സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ച് അവളെ കൊന്നു തള്ളാൻ തന്നെയായിരുന്നില്ലേ നമ്മുടെ ഉദ്ദേശം? അയാള് ഗൗരവത്തോടെ പറഞ്ഞു. അവനൊന്ന് മൂളിയതേയുള്ളൂ. രാജനും കേശവനും പരസ്പരം നോക്കി. നിനക്ക് എന്തു പറ്റി? എന്താ നീ ആലോചിച്ചു കൂട്ടുന്നേ? അവളെക്കുറിച്ച് ഓർത്ത് നീ സങ്കടപ്പെടുന്ന കണ്ടാ തോന്നും നിനക്ക് അവളോട് പ്രേമായിരുന്നു എന്ന്. രാജൻ അയാൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന അമർഷത്തോടെ ചോദിച്ചു. കിച്ചുവിന്റെ മുഖത്ത് പൊടുന്നനെ പുച്ഛം നിറയുന്നത് അയാൾ കണ്ടു. രാജനും കേശവനും അവനെ സൂക്ഷിച്ചു നോക്കി. പ്രേമം, അതും അവളോട്? നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ ഇവിടുത്തെ കാര്യസ്ഥനായിരുന്നവന്റെ മോളുടെ കുട്ടി. അത്രയേ ഉള്ളൂ എനിക്കും അവള്. പക്ഷെ അച്ഛാ, അവൾ അങ്ങനെ മറ്റൊരുത്തെ സ്വന്താക്കിയത് എനിക്ക് സഹിക്കുന്നില്ല. അവൻ സ്വന്താക്കുന്നതിന് മുന്നേ ഒരിക്കലെങ്കിലും അവളെ സ്വന്താക്കണമായിരുന്നു ഞാൻ. എൻ്റെ എച്ചില് മാത്രം അവന് കിട്ടാൻ പാടുള്ളായിരുന്നു. സാധിച്ചില്ല എന്നെ കൊണ്ടത്. അവൾ എൻ്റെ കാൽക്കീഴിലിട്ട് ചവിട്ടി അരച്ച് ഇതിനുള്ളിൽ തന്നെ ഒതുക്കിയിരുത്താനായിരുന്നു എൻ്റെ ലക്ഷ്യം. പക്ഷെ അഗ്നി, അവൻ അവൻ അവളോട് പ്രണയാണെന്ന്. അപ്പൊ ഇനി അവള് സന്തോഷവതിയായിരിക്കില്ലേ? അവൾക്ക് എല്ലാ സന്തോഷവും അവൻ കൊടുക്കില്ലേ? ഇവിടെ പട്ടിയെ പോലെ കിടന്നിരുന്നവള് അഗ്നിയുടെ വീട്ടിലെ റാണി. ഞാനിത് എങ്ങനെ സഹിക്കും? നഷ്ടപ്പെടുത്തരുതായിരുന്നു അവളെ. എൻ്റെ ആവശ്യം കഴിയുന്നത് വരെ ഇവിടെ നിർത്തി അതിനുശേഷം ഞാൻ തന്നെ കൊന്നേനെ. അവൻ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു. ശരീരത്തിന്റെ വേദനയേക്കാൾ മനസ്സ് വേദനിക്കുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പോഴും അഗ്നിയുടെ ശരീരത്തിലേക്ക് അമർന്നു നിന്നിരുന്ന ജ്വാലയുടെ ശരീരമായിരുന്നു കിച്ചുവിന്റെ മനസ്സിൽ. പന്ന പുന്നാര മോള്, ഞാൻ തൊട്ടാ അവൾക്ക് പൊള്ളുന്നത് കാണാം. അവളാ അവന്റെ നെഞ്ചിലേക്ക് അമർന്ന്. ഓർക്കുന്തോറും അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. പക്ഷെ പെട്ടെന്ന് അടിവയറ്റിൽ നിന്നും ഒരു വേദന മുകളിലേക്ക് ഉയർന്നു. ഒപ്പം തലയ്ക്കു പുറകിലും അസഹ്യമായ വേദന. കിച്ചു ഒരു കൈ തലയിലും മറുകൈ അടിവയറ്റിലും അമർത്തിപ്പിടിച്ച് കൂനിയിരുന്നു പോയി. വേദന കൊണ്ട് കണ്ണുകൾ നിറഞ്ഞൊഴുകി. പക്ഷേ കിച്ചു പറഞ്ഞ കാര്യങ്ങൾ കേട്ട ഞെട്ടല്ലായിരുന്നു രാജനും കേശവനും. അഗ്നിക്ക് ജ്വാലയോട് പ്രണയോ? അപ്പോ അവനവൾ ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയില്ലേ? രാജൻ പകപ്പോടെ ചിന്തിച്ചു. അതേ ചിന്ത തന്നെയായിരുന്നു അപ്പോൾ കേശവനിലും. കിച്ചു പെട്ടെന്ന് ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു പെയിൻ കില്ലർ എടുത്ത് വായിലേക്കിട്ട് ജഗ്ഗിൽ നിന്നും വെള്ളം വായിലേക്ക് കമഴ്ത്തി. അപ്പോഴും വേദന സഹിക്കുന്നില്ല. തലയിൽ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. ഓവറായി ശരീരം അനക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞതാണ്. അവനൊന്ന് കിടക്കാൻ തോന്നി. പക്ഷേ തന്റെ അഭിമാനം കളഞ്ഞുകൊണ്ട് വീണ്ടും അവിടെ നിൽക്കാൻ അവന് തോന്നിയില്ല. വേദന കുറഞ്ഞാൽ അപ്പോൾ തന്നെ അച്ഛന്റെ തറവാട്ടിലേക്ക് പോവണമെന്ന് അവൻ മനസ്സിൽ ഉറപ്പിച്ചു. അത് കഴിഞ്ഞ് വൈകാതെ ബാംഗ്ലൂരിലേക്കും. അഗ്നി ജ്വാലയെ റൂമിലേക്ക് പറഞ്ഞുവിട്ട് ഫോൺ ചെയ്ത് ആരോടോ സംസാരിച്ച ശേഷമാണ് തിരികെ റൂമിലേക്ക് വന്നത്. അവൻ അകത്തേക്ക് കയറി ജനലോരം നിൽക്കുന്നവളെ ഒന്ന് നോക്കി. ഡോറടയ്ക്കുന്ന ശബ്ദം കേട്ടതും ജ്വാല വെപ്രാളത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. അവൾക്ക് അവനെ നോക്കാൻ വല്ലായ്മ തോന്നി. സുരഭിയച്ച് പെട്ടെന്ന് അഗ്നിയെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോ അറിയാതെ എൻ്റെ ഉള്ളിലൊരു പേടി നിറഞ്ഞു. നിന്റെ അല്ലേ? എന്നിട്ട് ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞാലോ? അതുകൊണ്ട് അഗ്നിയോട് അങ്ങനെയൊക്കെ പറഞ്ഞ് എന്റെയാ? അവൾ മനസ്സിൽ പറഞ്ഞു. എന്റെ കണ്ണാ, എങ്ങനെ ഞാൻ ഇനി അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കും? ഛെ, അങ്ങനൊന്നും പറയണ്ടായിരുന്നു. അവള് വല്ലായ്മയോടെ ചിന്തിച്ചുകൊണ്ട് തന്നെ നോക്കി കള്ളച്ചിരിയോടെ വാതിലിൽ ചാരി നിൽക്കുന്ന അഗ്നിയെ നോക്കി വെപ്രാളത്തോടെ ഇരുട്ടിലേക്ക് നോക്കി നിന്നു. നല്ല നിലാവുണ്ട് പുറത്ത്, കൂടെ കൂട്ടിന് നക്ഷത്രങ്ങളും. അവൾ അതിലേക്ക് തന്നെ നോക്കി നിന്നുപോയി. എന്നാൽ ഈ സമയം അത്രയും വാതിലിൽ ചാരി നിന്ന് ജ്വാലയുടെ മുഖഭാവങ്ങൾ ഒപ്പിയെടുക്കുകയായിരുന്നു അഗ്നി. അവന്റെ ചുണ്ടിലൊരു ചിരിയുണ്ട്. മറ്റൊരാൾ തന്നെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞപ്പോൾ അവൾക്ക് വന്ന മാറ്റം ഓർത്തതും ആ ചുണ്ടുകൾ ഒന്നുകൂടി വിടർന്നു. അതേ ചിരിയോടെ അവൻ അവൾക്കടുത്തേക്ക് നടന്നു. ജ്വാലയുടെ കൈകൾ ജനൽ കമ്പിയിൽ മുറുകി. എന്താ ആലോചിക്കുന്നേ? അവൾക്ക് പുറകിൽ വന്നു നിന്നുകൊണ്ട് അഗ്നി ചോദിച്ചു. അവന്റെ ശ്വാസം ജ്വാലയുടെ കഴുത്തിൽ തട്ടിയതും അവളൊന്ന് വിറച്ചു. അതറിഞ്ഞതുപോലെ അവൻ വലതു കൈ ഉയർത്തി അവളുടെ വയറിലൂടെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവളിലേക്ക് അമർന്നു നിന്നു. അവന്റെ കരുത്തുറ്റ കൈകൾ അവളുടെ വയറിൽ അമർന്നതും ജ്വാല കിതച്ചുപോയി. കുഞ്ഞാ, അവൻ ആർദ്രമായി വിളിച്ചു. അവൾ മൂളി. എന്താ വിറയ്ക്കുന്നേ? ദേ, ഈ ശരീരം ഒന്നാകെ വിറയ്ക്കുന്നുണ്ട്, അവൻ പറഞ്ഞു. ജ്വാല മറുപടി പറയാതെ മുഖം ജനൽ കമ്പിയിലേക്ക് ചേർത്ത് വെച്ചു. കുഞ്ഞാ, അവൻ വീണ്ടും വിളിച്ചു. നിക്ക് വാക്ക് തന്നതല്ലേ ചേച്ചിയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട്? സത്യം ചെയ്തതല്ലേ? എന്നിട്ടും? അവളുടെ സ്വരമിടറി. ഞാൻ കൈ തൊട്ട് സത്യം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് അത് കള്ളസത്യായിരുന്നു കുഞ്ഞാ.
അവൻ കുറുമ്പോടെ പറഞ്ഞു. ജ്വാല അവനെ മുഖം ചരിച്ച് കൂർപ്പിച്ചു നോക്കി. അത് കണ്ട് അഗ്നി ആ കവിളിൽ അവന്റെ താടിയും മീശയും വെച്ചൊന്നുരസി. അഗ്നി ഒതുങ്ങ്. അവൾ അവന്റെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവൻ വീണ്ടും വീണ്ടും അത് തന്നെ ചെയ്തു. ജ്വാലയ്ക്ക് അവളുടെ ശരീരം ആകെ കോരിത്തരിക്കുന്നത് പോലെ തോന്നി. പെട്ടെന്ന് അവളുടെ കവിളിൽ നിന്നും താഴേക്ക് നീങ്ങി അവന്റെ മുഖം അവളുടെ പിൻകഴുത്തിൽ അമർന്നുകൊണ്ട് പതിയെ കടിച്ചു. അഗ്നി, അവളെ ഏങ്ങിക്കൊണ്ട് വിളിച്ചു. അടുത്ത നിമിഷം അഗ്നി അവളെ തിരിച്ചു നിർത്തി നേരെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തിയിരുന്നു. അവൾ വിറച്ചുകൊണ്ട് അവന്റെ തലമുടിയിൽ അമർത്തിപ്പിടിച്ചു. അഗ്നി. അവൾ വിറച്ചു. കണ്ണുകൾ അടഞ്ഞുപോയി. അവന്റെ കൈകൾ അവളെ ഒന്നാകെ ചുറ്റിപ്പിടിച്ചു. അവന്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിലൂടെ ചലിച്ചു. തൊണ്ടക്കുഴിയിൽ അവനൊന്ന് നുണഞ്ഞതും പിടഞ്ഞുപോയ പെണ്ണ് അവനെ കൂടുതൽ അവളിലേക്ക് അമർത്തി. അവന്റെ ചുണ്ടുകൾ അവിടെ കൂടുതൽ പതിഞ്ഞു നിന്ന ആ പെണ്ണിനെ ആലസ്യത്തിലെത്തിക്കുന്നു. അഗ്നിയെ ഇഷ്ടാണോ കുഞ്ഞ? അവളുടെ കഴുത്തിൽ നിന്നും മുഖമുയർത്തുന്നതോടൊപ്പം അവൻ പതിയെ ചോദിച്ചു. ജ്വാല കണ്ണുകൾ വെട്ടി തുറന്നു. പറയേ. അവൻ വീണ്ടും ചോദിക്കുന്നതിനോടൊപ്പം അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ചവളെ എടുത്തുയർത്തി ബെഡിലേക്ക് ഇട്ട് കഴിഞ്ഞിരുന്നു. അവൾ അവനെ പകപ്പോടെ നോക്കി. എന്നാൽ അഗ്നി അപ്പോഴേക്കും അവളെ വേദനിപ്പിക്കാതെ പതിയെ അവളുടെ ഉടലിലേക്ക് പൂർണ്ണമായും അമർന്നിരുന്നു. ജ്വാലയിൽ നിന്നൊരു ശബ്ദമുയർന്നു. ആ ഏങ്ങല് കേട്ടവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ മുഖം ആകെ ചുവന്നിരുന്നു. മറുപടി പറയൂ കുഞ്ഞ, അഗ്നി ഇഷ്ടാണോ? അവൻ അവളുടെ പൂച്ചക്കണ്ണുകളിലേക്ക് നോക്കി. അറിയില്ല, അവൾ വിക്കിക്കൊണ്ട് പറഞ്ഞു. അഗ്നിക്ക് ആ പെണ്ണിനോടുള്ള സ്നേഹം ഇങ്ങനെ കൂട്ടുകയാണ് അവള്. ആ വിക്കല് പോലും അവനൊരു ലഹരി പോലെ. എന്റെ വാക്കുകൾക്ക് മുന്നില് പിടിച്ചു നിൽക്കാൻ കഴിയാത്തോണ്ടല്ലേ? അവൻ അവളെ കുറുമ്പോടെ നോക്കി. ആണോ? അപ്പോ ഇഷ്ടാണോന്ന് അറിയില്ലേ? അവന് ചിരി വന്നു. അവൾ അവനെ നോക്കി തോള് വെട്ടിച്ചു. ആണോ? പിന്നെന്തിനാ അന്നേരം എന്നെ കെട്ടിപ്പിടിച്ച് എന്റെ അല്ലേന്ന് ചോദിച്ചേ? അവൻ കുസൃതി ചിരിയോടെ അവള് ചോദിച്ച അതുപോലെ തന്നെ ചോദിച്ചു. ജ്വാലയുടെ മുഖം വിളറി വെളുത്തുപോയി. അത് കണ്ട് അവന് ചിരി വന്നു. പറയടി പൂച്ചക്കുട്ടി, ഉത്തരം പറ. എന്തെങ്കിലും ചോദിക്കുമ്പോ ഈ ചുണ്ടിങ്ങനെ വിറപ്പിച്ചിട്ട് കാര്യമില്ല. അവൻ അവളുടെ ചുണ്ടിൽ പിടിച്ചു വലിച്ചു. അവൾ എരിവ് വലിച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ചു നോക്കി. അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു. പെട്ടെന്ന് അവൻ ആ കൂർത്തുപോയ ചുണ്ടിനെ അങ്ങനെ താഴ്ന്നു വന്ന് കടിച്ചെടുക്കും പോലെ ഒന്ന് നുണഞ്ഞു. ജ്വാല കുറുകി. പക്ഷെ അഗ്നി പെട്ടെന്ന് അകന്നു മാറി. അവൾ കണ്ണുമിഴിച്ച് അവനെ നോക്കി. ഇങ്ങനെയൊക്കെ ചെയ്തെന്റെ ടെമ്പർ തെറ്റിക്കല്ല എന്റെ പെണ്ണെ നീ. അഗ്നി അതും പറഞ്ഞ് ശ്വാസം ആഞ്ഞൊന്ന് വലിച്ചു വിട്ടു. ജ്വാല അവനെ തന്നെ നോക്കിക്കിടന്നു. അവൻ തന്റെ ദേഹത്താണ് കിടക്കുന്നത്. പക്ഷേ അവൾക്ക് ഭാരം തോന്നിയില്ല. അഗ്നിയുടെ വല്ലാത്ത നോട്ടത്തിൽ അവനെ നോക്കാൻ കഴിയാതെ അവളുടെ കണ്ണുകൾ ചുറ്റും ഓടി നടന്നു. ഇങ്ങോട്ട് നോക്കടി. അഗ്നി ചിരിച്ചു വെച്ച് അവളുടെ മുഖം അവന് നേരെ തിരിച്ചു. അവള് പിടപ്പോടെ അവനെ നോക്കി. മറുപടി പറയൂ കുഞ്ഞ, ഞാനൊരു 5 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ എന്നെ ഇഷ്ടാണോ അല്ലേന്ന് പറഞ്ഞിട്ടില്ലെങ്കിലുണ്ടല്ലോ, എനിക്ക് തോന്നുന്നിടത്തെല്ലാം നിന്നെ ഞാൻ ഉമ്മ വയ്ക്കും. തോന്നുന്നിടത്ത് എന്ന് പറഞ്ഞാ എനിക്ക് എവിടെയാണോ തോന്നുന്നേ അവിടെ. അത് ഈ ചുണ്ടില് മാത്രം ആവില്ലെന്ന് ഉറപ്പാ. അവളിലേക്ക് അപ്പാടെ അമർന്നവൻ അവളുടെ നെഞ്ചുവരെ തന്നിൽ അമർന്നാണ് കിടപ്പെന്ന നെഞ്ചുപിടപ്പിൽ ശ്വാസ തള്ളിച്ചയോടെ പറഞ്ഞുകൊണ്ട് അവളുടെ താടിയിലും മൃദുവായി മുത്തി. ജ്വാല ഉമിനീർ വിഴുങ്ങിക്കൊണ്ട് അവനെ നോക്കി. അവന്റെ ചൂട് തട്ടുന്ന ഉടലാകെ പൊട്ടിത്തെറിക്കുമ്പോൾ എന്തൊക്കെയോ കുളിരാവുന്നു. അവന്റെ ചുണ്ടുകൾ അവളുടെ താടിത്തുമ്പിൽ നിന്നും കഴുത്തിലേക്ക് പതിയെ തെന്നി നീങ്ങി. അഗ്നി, ഉത്തരം പറയൂ കുഞ്ഞെ. അവൻ അവളുടെ കഴുത്തിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു. ആ കഴുത്തിൽ അപ്പാടെ നുണയാൻ തോന്നി അവന്. എന്നാൽ അവിടെ വെറുതെ ചുണ്ടമർത്തി അവളിൽ കുറുമ്പ് കാണിച്ചു. അതിനനുസരിച്ച് പിടയുന്ന പെണ്ണ് അവന്റെ ചുണ്ടിലെ ചിരിക്ക് കാരണക്കാരിയാവുന്നു. എന്നാൽ ചുണ്ടിൽ നിന്ന് താഴേക്ക് അവന്റെ മുഖം അരിച്ചിറങ്ങുമ്പോൾ അഗ്നിയുടെ ചുണ്ടിലെ ചിരി മാഞ്ഞിരുന്നു. തമാശ മാറി, എല്ലാം മാറി മറ്റെന്തോ തോന്നുന്നവന്. കുഞ്ഞാ പറയുന്നോ അതോ? അവൻ അവളുടെ കഴുത്തിൽ നിന്നും മുഖം മാറിടത്തിലെ നേർത്ത വഴികളിലേക്ക് താഴ്ത്താൻ ശ്രമിച്ചോണ്ട് ചോദിച്ചു. വേണ്ട, പറയാ. അഗ്നി എന്റെ ഭർത്താവല്ലേ? അപ്പോ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു. അവന്റെ മുഖം അവളുടെ കഴുത്തിൽ നിന്ന് താഴേക്ക് നീങ്ങിയതും ആ മുഖം പിടിച്ചു വെച്ചുകൊണ്ട് അവൾ പിടപ്പോടെ പറഞ്ഞു. അഗ്നിയുടെ കവിളുകൾ വീർത്തുപോയി. എന്തിനാ ഇപ്പൊ തന്നെ മറുപടി പറഞ്ഞ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തന്നാ പോരായിരുന്നോ? അവൻ പരിഭവത്തോടെ ചോദിച്ചു. ജ്വാല അവനെ സംശയത്തോടെ നോക്കി. എനിക്കുണ്ടല്ലോ കുഞ്ഞാ, നമ്മുടെ വിവാഹം കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ കിടന്നില്ലേ നിന്റെ ഈ കുഞ്ഞു മാറില്? അവിടെ മുഖമർത്താൻ തോന്നുക ഇപ്പോ. എന്നിട്ടവിടെ ചുംബിക്കാൻ. അതൊക്കെ കഴിഞ്ഞിട്ട് മറുപടി തന്നാ പോരായിരുന്നോ നിനക്ക്? അവൻ ആർദ്രമായി ചോദിച്ചു. അവന്റെ വാക്കുകളിലെ ആർദ്രതയിൽ തന്നിലെ പെണ്ണ് തളർന്നു പോകുന്നത് ജ്വാല അറിഞ്ഞു. നെഞ്ചാകെ പിടയ്ക്കുന്നു. ആകെ പരവേശം തോന്നുന്നു. പക്ഷേ ദേഷ്യം തോന്നുന്നില്ല. അവൾ അവന്റെ കണ്ണുകളിലേക്ക് തന്നെ ഉറ്റുനോക്കി. ഈ നെഞ്ചിലെവിടെയോ അഗ്നി ഇല്ലേ കുഞ്ഞ? എനിക്കറിയാത്. അവൻ അവളുടെ ഇടത് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. ജ്വാല ഞെട്ടി. അഗ്നി എന്താ കാട്ടണേ?
അവൾ അവന്റെ കൈകൾക്ക് മുകളിൽ കൈവച്ചു. അഗ്നി അവളുടെ കണ്ണിലേക്ക് നോക്കി. അവന്റെ കണ്ണുകളിൽ എന്താണ് ഭാവമെന്ന് അവൾക്ക് അറിയുന്നില്ല. പക്ഷെ പെട്ടെന്ന് അവളുടെ മാറിടത്തിൽ അവന്റെ കൈകൾ അമർന്നു. ആ ജ്വാലയിൽ നിന്നൊരു ആർത്തനാദമുയർന്നു. ആ ശബ്ദത്തിൽ താൻ തളർന്നു പോകുന്നത് അഗ്നി അറിഞ്ഞു. ആ ശബ്ദം വീണ്ടും കേൾക്കാൻ തോന്നി. ഒപ്പം ആദ്യമായി കൈ തേടിപ്പോയ ഇടത്തെ സോഫ്റ്റ്നെസ്. അവന്റെ കൈകൾക്ക് പിന്നെയും അവിടെ അറിയാൻ സമയം വേണ്ടി വന്നില്ല. കൈകൾ അവിടെ വീണ്ടും അമരുക തന്നെ ചെയ്തു. വേണ്ട, അവൾ പുലമ്പി. ദേഹം ഒന്നാകെ എന്തോ ഒരു വിറയൽ കടന്നതുപോലെ അവള് വീണ്ടും വീണ്ടും പുലമ്പിക്കൊണ്ടേയിരുന്നു. അഗ്നിയുടെ നെഞ്ചിടിപ്പ് ഒന്നുകൂടി. ആ കുഞ്ഞു മാറിടത്തിന്റെ സോഫ്റ്റ്നെസ് കയ്യിലറിയുന്നവൻ അവളുടെ കണ്ണുകളിലേക്ക് തന്നെ അവനൊന്ന് ഉറ്റുനോക്കവേ അവളുടെ കണ്ണുകളിൽ തന്നോട് ദേഷ്യമല്ലാത്തൊരു ഭാവം അഗ്നി കണ്ടു. അതവനിലെ പുരുഷനെ ഉണർത്തി. അവൻ അവളുടെ മാറിടത്തിൽ മുഖമമർത്തി. അവിടെ ചുംബിക്കാൻ തോന്നി, നുണയാൻ തോന്നി, കൈയമർത്താൻ തോന്നി, പിന്നെയും എന്തൊക്കെയോ. അവൻ കണ്ണുകളടച്ച് തന്നിലെ ആഗ്രഹമടക്കി അവളിൽ നിന്നും കൈയെടുക്കാൻ ശ്രമിച്ചെങ്കിലും എടുത്തതുപോലെ തന്നെ അവൻ ആ കൈകൾ അവിടെ തന്നെ വെച്ചു. അഗ്നി, അവള് വിളിച്ചു. കുഞ്ഞാ, ഞാനിവിടെ കിസ് ചെയ്തോട്ടെ? അവൻ വികാരം നിറഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. അല്ലാതെ ഇത്രയും അവനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് അവന് പറ്റുന്നില്ല. ആ ചോദ്യത്തിൽ കണ്ണുകൾ വിഴിഞ്ഞപ്പോഴും എന്ത് പറയണമെന്ന് അറിയുന്നില്ലായിരുന്നു ജ്വാലയ്ക്ക്. പ്ലീസ്, എൻ്റെ കുഞ്ഞല്ലേ, ഞാനല്ലേ, പ്ലീസ്. അവന്റെ സ്വരത്തിൽ യാചനയായിരുന്നെങ്കിലും ഒപ്പം വല്ലാത്തൊരു ഭാവം ആ കണ്ണുകളിൽ. ജ്വാല മിണ്ടിയില്ല. പക്ഷെ അവളുടെ കൈകൾ അവനെ ചുറ്റിപ്പിടിച്ചു. അവന്റെ പാതി പുറംഭാഗം ആ കൈകൾ വരിഞ്ഞിട്ടുണ്ട്, സമ്മതം എന്ന പോലെ. അവൾക്ക് അവനോട് വേണ്ടാന്ന് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ അങ്ങനെ? അവൾ അവനെ നോക്കിക്കിടന്നു, അഗ്നിയുടെ കണ്ണുകൾ തിളങ്ങുന്നത് നോക്കിക്കൊണ്ട്. അടുത്ത നിമിഷം അഗ്നിയുടെ മുഖം അവളുടെ മാറിടത്തിലേക്ക് അമർന്നു കഴിഞ്ഞിരുന്നു. ആ ദേവേട്ടാ, അവൾ ഏങ്ങലോടെ വിളിച്ചു. അഗ്നി ഞെട്ടലോടെ അവളുടെ മുഖത്തേക്ക് നോക്കി. അവന്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. തുടരും.